CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ അസാന്നിധ്യത്തിലാണ് CPM ഇപ്പോൾ. ഇന്ന് 2 ആണ്ട് തികയുകയാണ് മഹാനായ നേതാവ് അന്തരിച്ചിട്ട്. ഉള്ളിൽ നിന്ന് തന്നെയുള്ള പടനീക്കങ്ങൾ പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുമ്പോൾ കോടിയേരിയുടെ യഥാർത്ഥ വില അറിയുകയാണ് CPM. CPM-ൽ ഇത് സമ്മേളനകാലം. വിവാദ ചുഴിയിൽ നിലതെറ്റി പാർട്ടിയും സർക്കാരും ആടിയുലയുന്നു. ഏതു പ്രതിസന്ധി കാലത്തുമെന്ന പോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓരോ പ്രവർത്തകനും പറയുന്നുണ്ടാകും, കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മുൻപെന്നത്തെക്കാളും ഏറെ. പ്രത്യയശാസ്ത്രം പറയേണ്ടിടത്ത് പ്രത്യയശാസ്ത്രം, നിശിത വിമർശനം വേണ്ടിയിടത്ത് വിമർശനത്തിന്റെ കൂരമ്പ്, സമവായത്തിന്റെ സൗഹൃദത്തിന്റെ നിറച്ചിരി, കുറുക്കിക്കൊള്ളുന്ന നർമ്മബോധം എന്തും വഴങ്ങുമായിരുന്നു കോടിയേരിക്ക്. ബ്രാഞ്ച് അംഗം മുതൽ ആർക്കും സമീപിക്കാവുന്ന പാർട്ടി സെക്രട്ടറി, ഏവരെയും കേൾക്കാനുള്ള സൗമനസ്യം, സംസ്ഥാനത്തെവിടെയും താഴെത്തട്ടിലെ സഖാക്കളെ പോലും പേരെടുത്തു വിളിക്കാൻ തക്ക ഹൃദയബന്ധം, പ്രവർത്തന പരിചയം. ഉൾപാർട്ടി തർക്കങ്ങളിൽ മധ്യസ്ഥന്റെ റോളായിരുന്നു എന്നും കോടിയേരിക്ക്. ഉറച്ച നിലപാടുണ്ടാകും, പക്ഷവും. പക്ഷേ എതിർപക്ഷത്തെ പ്രധാനിക്ക് പോലും കോടിയേരിയോട് നീരസമുണ്ടാകില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ നയചാതുരി. പാർട്ടിക്കുള്ളിൽ മാത്രമല്ല, എതിർ പാർട്ടികളിലുള്ളവരുമായും ആഴമേറിയ സൗഹൃദം. മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാനുമുണ്ടായിരുന്നു അസാധാരണമായ മെയ്വഴക്കം. പാർട്ടി പ്രതിസന്ധിയിലാകുമ്പോഴൊക്കെ രക്ഷാദൌത്യവുമായി കോടിയേരി ഇറങ്ങും. വിമർശനങ്ങളിലും വിവാദങ്ങളിലും പൊറുതിമുട്ടിയ ഒന്നാം പിണറായി സർക്കാരിനെയും നെഞ്ചുകൊടുത്ത് താങ്ങി നിർത്തിയത് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ മർമ്മമറിഞ്ഞ കോടിയേരിയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പലപ്പോഴും മൗനത്തിലായിരുന്നുവെങ്കിലും കോടിയേരി ഉണ്ടായിരുന്നു സർക്കാരിനു വേണ്ടി വീറോടെ വാദിക്കാൻ. പിണറായി സർക്കാരിന് ഇപ്പോൾ ഇല്ലാതെ പോകുന്നതും ആ പിന്തുണയാണ്. മകനെതിരെ ആരോപണമുയർന്നപ്പോൾ അവൻ തെറ്റു ചെയ്തെങ്കിൽ ശിക്ഷ അനുഭവിക്കട്ടെ എന്നായിരുന്നു കോടിയേരി പറഞ്ഞത്. എന്നിട്ടും അവസാനിക്കാത്ത വിവാദങ്ങൾ പാർട്ടിയെ വലം വച്ചതോടെ സെക്രട്ടറി സ്ഥാനത്തു നിന്ന് മാറി നിന്ന കമ്മ്യൂണിസ്റ്റ് ബോധം. ഒരിക്കലും താൻ കാരണം പാർട്ടി പ്രതിസന്ധിയിലാകരുതെന്ന വാശിയുണ്ടായിരുന്നു കോടിയേരി ബാലകൃഷ്ണന്. എന്തുകൊണ്ട് കോടിയേരി CPM-ന് ഒരിക്കലും നികത്താനാകാത്ത നഷ്ടമായി മാറുന്നു എന്നതിനുത്തരവും ഇതൊക്കെ തന്നെ. വിപ്ലവകാരി ഒരിക്കൽ മരണപ്പെടുന്നതോടുകൂടി അയാൾ മറക്കപ്പെടുന്നില്ല. അയാൾ കൂടുതൽ ഊർജമായി നമുക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുകയാണ് ചെയ്യുന്നത്. VVR ന്യൂസ് 18 തിരുവനന്തപുരം. കോടിയേരി ബാലകൃഷ്ണനെ അനുസ്മരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നുവന്ന കോടിയേരി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനമുള്ള നേതാവായി വളർന്നതായി മുഖ്യമന്ത്രി അനുസ്മരിച്ചു. അസാമാന്യമായ നേതൃപാഠവും സംഘടനാശേഷിയും നയതന്ത്രജ്ഞതയും അദ്ദേഹത്തിന് പാർട്ടി പ്രവർത്തകരുടെ ഹൃദയങ്ങളിൽ ഉന്നതമായ ഇടം നേടിക്കൊടുത്തു. പ്രതിസന്ധികളിൽ പാർട്ടിയെ ഉലയാതെ കാക്കുന്ന ദിശാബോധം തെറ്റാതെ മുന്നോട്ട് നയിക്കുന്ന നേതാവായി കോടിയേരി നിലകൊണ്ടു. എതിരാളികളിൽ പോലും ആദരവുണ്ടാക്കിയ വ്യക്തിപരമായ ഔന്നത്യം കോടിയേരിയെ ജനകീയ നേതാവാക്കിയതായും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ചിലർ പാർട്ടിയെ വെല്ലുവിളിച്ച് നടക്കുമ്പോൾ കോടിയേരി ജീവിച്ചിരുന്നുവെങ്കിൽ എന്ന് തോന്നിപ്പോകുന്നതായി CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ വേദിയിൽ ഇരിക്കെയാണ് MV ജയരാജന്റെ പരാമർശം. കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്ന അനേകം സന്ദർഭങ്ങൾ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പാർട്ടിയെ വെല്ലുവിളിച്ച് ചിലർ നടക്കുന്നുണ്ടല്ലോ. അത്തരം വെല്ലുവിളികളെ ശരിയായി
നേരിടാൻ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന്റെ കരുത്തോടെ രാഷ്ട്രീയമായും സംഘടനാപരമായും ഉണ്ടായ പാളിച്ചയെ ശരിയായ വിധത്തിൽ വിലയിരുത്താൻ ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന നേതാവായിരുന്നു സഖാവ് കോടിയേരി. കോടിയേരിയുടെ പൊതുദർശന വാദത്തിൽ PV അൻവറിന് മറുപടിയുമായി AK ബാലൻ. പൊതുദർശനത്തിന്റെ പരിമിതി കോടിയേരിയുടെ കുടുംബത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു. അന്ന് തന്നെ ഇതിനെതിരെ പ്രചാരണമുണ്ടായി. ഇന്നിപ്പോൾ അത് ഏറ്റുപിടിക്കാൻ ഒരാൾ കൂടി വന്നിരിക്കുന്നതായും AK ബാലൻ വിമർശിച്ചു. 24 മണിക്കൂറിന് ശേഷം ഡെഡ് ബോഡി സംസ്കരിക്കുക എന്നുള്ളത് വൈദ്യ ഉപദേശപ്രകാരം സാധ്യമായിരുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് 1-ാം തീയതി നമ്മെ വിട്ടുപിരിഞ്ഞ സഖാവ് കോടിയേരിയെ 2-ാം തീയതി തലശ്ശേരി ടൗൺ ഹാളിലും 3-ാം തീയതി കണ്ണൂർ DC ഓഫീസിലും പൊതു ദർശനത്തിന് വെച്ച് അന്ന് വൈകുന്നേരം പയ്യാമ്പലത്ത് സംസ്കരിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഈ പരിമിതി ബോധ്യപ്പെടുത്തിയതാണ്. എന്നാൽ തെറ്റായ ചില പ്രചരണങ്ങൾ ആ ഘട്ടത്തിൽ ശത്രുക്കൾ നടത്തി. സഖാവ് ബാലകൃഷ്ണനെ അടക്കം ഉപയോഗപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിന്റെ മരണശേഷം പാർട്ടി അദ്ദേഹത്തോട് നീതി ചെയ്തില്ല എന്ന കള്ളപ്രചരണം, കല്ലുവെച്ച നുണപ്രചരണം ഏത് വൃത്തികെട്ട മാർഗങ്ങളും സ്വീകരിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചില പരാമർശങ്ങൾ എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് അവിടെ നിന്നില്ല. കണ്ണൂർ